നമസ്കാരം. സ്റ്റാൻഡേർഡ് 5 ചാപ്റ്റർ 8 നോ അവർ ലാൻഡ്. 5ാം ക്ലാസ്സിലെ 8ാമത്തെ അധ്യായം നാടറിയാം പാഠഭാഗമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ദിവസം 2 ക്ലാസ്സുകളിലായിട്ട് കുറേ ഭാഗം നമ്മൾ പഠിച്ചിരുന്നു. വാട്ടർ ബോഡീസ് ഇൻ കേരള വരെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത്. എല്ലാ കൂട്ടുകാരും ക്ലാസ് കണ്ട് എല്ലാം മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു. ബാക്കി പാഠഭാഗത്തിലേക്ക് നമുക്ക് കടക്കാം. എല്ലാവരും ശ്രദ്ധിച്ച് ക്ലാസ് കേൾക്കുക. കഴിഞ്ഞ ദിവസം നമ്മൾ പ്രോജക്റ്റും ഇംപ്ലിമെൻറ്റേഷനും വരെയാണ് പഠിച്ചത്. ഏതൊക്കെയാണ് ജലാശയങ്ങൾ മലിനപ്പെടുന്നത് ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് അപകടമാണെന്നും അതിനെ സംരക്ഷിക്കാൻ വേണ്ടി സർക്കാർ നടപ്പാക്കുന്ന വിവിധ പ്രോജക്റ്റുകൾ ഏതൊക്കെയാണ്, അതാരൊക്കെയാണ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് വരെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത്. അടുത്ത ഭാഗത്തേക്ക് കടക്കാം. ക്രോപ്പ് ഡൈവേഴ്സിറ്റി ഓഫ് കേരള. കേരളത്തിൻ്റെ വിള വൈവിധ്യം. ഒബ്സർവ് ദ പിക്ചേഴ്സ് ഓഫ് സം ക്രോപ്സ് ഫൗണ്ട് ഇൻ ഡിഫറെൻറ്റ് റീജിയൻസ് ഓഫ് കേരള. കേരളത്തിലെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ചില കാർഷിക വിളകളുടെ ചിത്രങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾ നിരീക്ഷിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ക്രോപ്പ് ഡൈവേഴ്സിറ്റി, വിള വൈവിധ്യം. ഫസ്റ്റ് ചിത്രത്തിൽ നെൽകൃഷിയാണ് കാണുന്നത്. ഇത് റബ്ബർ, തെങ്ങ്, കോക്കനട്ട്, ടീ, തേയില, ഇത്രയുമാണ് ഈ ചിത്രത്തെ കാണുന്നത്. പാഡി ഫീൽഡുണ്ട്, അതുപോലെ തന്നെ റബ്ബർ കൾട്ടിവേഷൻ കാണുന്നുണ്ട്, കോക്കനട്ട്, ടീ. വിച്ച് ആർ ദ ക്രോപ്പ് ഷോൺ ഇൻ ദ പിക്ചർ. ഏതൊക്കെ വിളകളാണ് ഈ ചിത്രത്തിൽ കാണുന്നത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഐഡൻറ്റിഫൈ ദ ഫിസിയോഗ്രഫിക്കൽ ഡിവിഷൻസ് ഇൻ വിച്ച് ഈച്ച് ഓഫ് ദീസ് ക്രോപ്പ് ഈസ് കൾട്ടിവേറ്റഡ്. ഈ വിളകൾ ഓരോന്നും പ്രധാനമായിട്ടും ഏത് തരം ഭൂപ്രകൃതി വിഭാഗങ്ങളിലാണ് കൃഷി ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം കണ്ടത് നെല്ലാണ്. നെൽകൃഷിയും അതുപോലെ തന്നെ പാഡി കൾട്ടിവേഷനും കോക്കനട്ട് കൾട്ടിവേഷനും കൂടുതലായിട്ട് കാണപ്പെടുന്നത് കോസ്റ്റൽ ഏരിയയിലാണ്, തീരപ്രദേശങ്ങളിലാണ്. പിന്നെ റബ്ബർ നമുക്കറിയാം ഹൈലാൻഡ്, മിഡ്ലാൻഡിലാണ് റബ്ബർ കാണുന്നത്. ടീ ഹൈലാൻഡിൽ ടീയും അതുപോലെ റബ്ബർ മിഡ്ലാൻഡിലുമാണ് കാണപ്പെടുന്നത്. Why is tea not cultivated in all topographical sections in Kerala? കേരളത്തിലെ എല്ലാ ഭൂപ്രകൃതി വിഭാഗങ്ങളിലും തേയില കൃഷി ചെയ്യാത്തത് എന്തുകൊണ്ടായിരിക്കാം? റബ്ബർ കൾട്ടിവേഷൻ ഈസ് ജനറലി നോട്ട് സീൻ ഇൻ കോസ്റ്റൽ ഏരിയാസ്. വാട്ട് കുഡ് ബി ദ റീസൺ? കടൽ തീരത്തോട് ചേർന്ന പ്രദേശങ്ങളിൽ പൊതുവെ റബ്ബർ കൃഷി കാണുന്നില്ല, കാരണം എന്താവാം? The agriculture of each region is related to its physiography and climate. കാരണം എന്താണ്? ഓരോ പ്രദേശത്തെയും കൃഷി അവിടുത്തെ ഭൂപ്രകൃതിയും കാലാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് എല്ലാ പ്രദേശത്തും ഇപ്പം തേയില കൃഷി ചെയ്യാത്തതും റബ്ബർ കൃഷി കാണാത്തതും. സോയിൽ, ഇറിഗേഷൻ ഫെസിലിറ്റീസ് ആൻഡ് ആൾട്ടിറ്റ്യൂഡ് ഫ്രം സീ ലെവൽ ഓൾസോ കോൺട്രിബ്യൂട്ട് ടു ദ കൾട്ടിവേഷൻസ്. അതുകൂടാതെ മണ്ണ്, അതുപോലെ തന്നെ ജലസേചന സൗകര്യങ്ങൾ, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം, ഇതെല്ലാം നമ്മുടെ കൃഷിയെ സ്വാധീനിക്കും. ടീ ഈസ് എക്സ്റ്റെൻസീവ്ലി കൾട്ടിവേറ്റഡ് ഇൻ ഏരിയാസ് ലൈക്ക് മൂന്നാർ ആൻഡ് പീരമേഡ് ഇൻ ഇടുക്കി ഡിസ്ട്രിക്ട്, മേപ്പാടി ആൻഡ് വൈത്തിരി ഇൻ വയനാട് ഡിസ്ട്രിക്ട് ആൻഡ് പൊന്മുടി ഇൻ തിരുവനന്തപുരം ഡിസ്ട്രിക്ട്. ഇടുക്കി ജില്ലയിലെ മൂന്നാർ, അതുപോലെ പീരുമേട്, വയനാട് ജില്ലയിലെ മേപ്പാടി, വൈത്തിരി, തിരുവനന്തപുരം ജില്ലയിലെ പൊന്മുടി തുടങ്ങിയ പ്രദേശത്തിലാണ് തേയില വ്യാപകമായിട്ട് കൃഷി ചെയ്യുന്നത്.
പാഡി കൾട്ടിവേഷൻ ഈസ് വൈഡ് സ്പ്രെഡ് ഇൻ പാലക്കാട് ഡിസ്ട്രിക്റ്റ് ആൻഡ് കുട്ടനാട്. അതുപോലെ തന്നെ പാലക്കാട് ജില്ലയിലും കുട്ടനാട്ടിലുമാണ് നെൽകൃഷി വ്യാപകമായിട്ട് ഉള്ളത്. ഒബ്സർവ് ആൻഡ് ലിസ്റ്റ് ഔട്ട് ദ മേജർ ക്രോപ്സ് ഗ്രോൺ ഇൻ യുവർ ഏരിയ. നിങ്ങളുടെ പ്രദേശത്ത് കൃഷി ചെയ്യുന്ന പ്രധാന വിളകൾ ഏതെല്ലാമെന്ന് കണ്ടെത്തി പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം നമ്മുടെ പ്രദേശത്ത് സാധാരണയായിട്ട് റബ്ബർ കൃഷിയുണ്ട്, റബ്ബർ കൾട്ടിവേഷൻ, അതുപോലെ ടപ്പിയോക്ക, യാം, കോക്കനട്ട്, കോഫി, മാംഗോ ട്രീ, അതുപോലെ പാഡി ഫീൽഡ്, ഇതൊക്കെ നമ്മുടെ പ്രദേശങ്ങളിൽ സാധാരണ കണ്ടുവരുന്ന കൃഷികളാണ്. ഫർട്ടൈൽ സോയിൽ ആൻഡ് അബൻഡൻറ്റ് റെയിൻഫോൾ പ്രൊവൈഡ് ഐഡിയൽ കണ്ടീഷൻസ് ഫോർ എ വെറൈറ്റി ഓഫ് ക്രോപ്സ് ഇൻ കേരള. വളക്കൂറുള്ള മണ്ണും ധാരാളമായി ലഭിക്കുന്ന മഴയും കേരളത്തിലെ വ്യത്യസ്തമായ വിളകൾക്ക് അനുയോജ്യമായ സാഹചര്യം ഒരുക്കുന്നു. The cold climate experienced due to the high altitude above sea level and sloping topography create a favorable condition for the cultivation of crops like tea, cardamom, coffee, pepper, etc. in the highland region. അതുപോലെ സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരക്കൂടുതൽ മൂലം അനുഭവപ്പെടുന്ന തണുത്ത കാലാവസ്ഥ, അതുപോലെ തന്നെ ചരിവാർന്ന ഭൂപ്രകൃതി എന്നിവ മലനാട് മേഖലയിൽ തേയില, ഏലം, കാപ്പി, കുരുമുളക് മുതലായ വിളകൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനത്തെ സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഓരോ കൃഷിയും നന്നായിട്ട് ഓരോ പ്രദേശത്തുണ്ടാകുകയുള്ളൂ. ആ പ്രദേശത്തെ മണ്ണും കാലാവസ്ഥയുമാണ് അതിനെ സ്വാധീനിക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാ കൃഷിയും എല്ലാ സ്ഥലങ്ങളിലും ചെയ്യാൻ സാധിക്കാത്തത്. The topography and soil characteristics contribute to the crop diversity in the midland. അതുപോലെ ഭൂപ്രകൃതിയും മണ്ണിൻ്റെ സവിശേഷതകളും ഇടനാട്ടിലെ വിളകളുടെ വൈവിധ്യത്തിന് കാരണമാണ്. Along with the tubers such as tapioca and yams, colocasia and yams, banana as well as rubber cultivation are widespread in midlands. മരച്ചീനി, ചേമ്പ്, ചേന തുടങ്ങിയ കിഴങ്ങ് വർഗ്ഗങ്ങളോടൊപ്പം ഇടനാട്ടിൽ വാഴക്കൃഷിയുണ്ട്, റബ്ബർ കൃഷിയൊക്കെ വ്യാപകമായിട്ട് ഉണ്ട്. കേരള ഈസ് ദ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് റബ്ബർ ഇൻ ഇന്ത്യ. കേരളമാണ് റബ്ബർ കൃഷി ചെയ്യുന്നതിൽ ഇന്ത്യയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. ദ പ്രസൻസ് ഓഫ് അലൂവിയൽ സോയിൽ ഇൻ ദ കോസ്റ്റൽ ഏരിയ ഈസ് സ്യൂട്ടബിൾ ഫോർ പാഡി കൾട്ടിവേഷൻ. തീരപ്രദേശത്തെ എക്കൽ മണ്ണിൻ്റെ സാന്നിധ്യം അത് നെൽകൃഷിക്ക് അനുയോജ്യമാണ്. ദ സലൈൻ സോയിൽ ഹിയർ ഈസ് ഫേവറബിൾ ഫോർ ദ അബൻഡൻറ്റ് ഗ്രോത്ത് ഓഫ് കോക്കനട്ട്സ്. അതുപോലെ തന്നെ തെങ്ങ് സമൃദ്ധമായിട്ട് വളരുന്നതിന് അവിടുത്തെ ഉപ്പുരസമുള്ള മണ്ണ് സഹായിക്കുന്നു. ദ ബാക്ക് വാട്ടേഴ്സ് ആർ യൂസ്ഡ് ഫോർ ഫിഷ് ഫാമിംഗ്. അതുപോലെ തന്നെ അവിടുത്തെ കായലുകൾ മത്സ്യകൃഷിക്ക് ഉപയോഗിക്കുന്നു. List out the major crops of highland, midland and coastal regions. മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിവിടങ്ങളിലെ പ്രധാന കാർഷിക വിളകൾ പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് ഇത്രയും പഠിച്ചതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഹൈലാൻഡിലാണ് ടീ, കോഫി, കാർഡമം, വാനില, ജിഞ്ചർ, ടർമറിക്, പെപ്പർ എക്സെട്ര. മിഡ്ലാൻഡിൽ റബ്ബർ, കോക്കനട്ട്, കോഫി, വെജിറ്റബിൾസ്, ട്യൂബേഴ്സ് എക്സെട്ര. ഇൻ കോസ്റ്റൽ ഏരിയാസ് കോക്കനട്ട്, പാഡി, ട്യൂബേഴ്സ് എക്സെട്ര. ഇങ്ങനെ ഓരോ അടുത്തും ഹൈലാൻഡിലും മിഡ്ലാൻഡിലും കോസ്റ്റൽ റീജിയൻസിലുമായിട്ട് പല കൃഷികളാണ് നമ്മൾ കണ്ടുവരുന്നത്. ഐഡൻറ്റിഫൈ ആൻഡ് കംപ്ലീറ്റ് ദ ലിസ്റ്റ് വിത്ത് ദ എസെൻഷ്യൽ ഫാക്ടേഴ്സ് ദാറ്റ് കം ടുഗദർ ടു എൻഷുവർ ദ അഗ്രികൾച്ചറൽ പ്രോസ്പെരിറ്റി ഓഫ് ആൻ ഏരിയ. ഒരു പ്രദേശത്ത് കാർഷിക സമൃദ്ധി ഉണ്ടാകണമെങ്കിൽ ഏതെല്ലാം ഘടകങ്ങൾ ഒത്തുചേരണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്.
ഫസ്റ്റ് വൺ സ്യൂട്ടബിൾ ടോപ്പോഗ്രഫി, അനുകൂല ഭൂപ്രകൃതി ആയിരിക്കണം. ഫർട്ടൈൽ സോയിൽ, വിളക്കൂറുള്ള മണ്ണായിരിക്കണം. അതുപോലെ എന്താണ്, ഗുഡ് സീഡ്സ്, നല്ല മേന്മയുള്ള വിത്ത് വേണം. ഹൈ ഈൽഡിങ് സീഡ്സ്, മേന്മയുള്ള വിത്ത്. അതുപോലെ എന്താണ്, ഹ്യൂമൻ റിസോഴ്സസ് വേണം, മനുഷ്യ വിഭവശേഷി ഉണ്ടായിരിക്കണം. സ്യൂട്ടബിൾ ക്ലൈമറ്റ്, അനുയോജ്യമായ കാലാവസ്ഥയായിരിക്കണം. അതുപോലെ എന്താണ്, ഇറിഗേഷൻ ഫെസിലിറ്റീസ്, ജലസേചന സൗകര്യങ്ങൾ ഉണ്ടായിരിക്കണം. ഇതൊക്കെയാണ് ഒരു പ്രദേശത്തെ കാർഷിക സമൃദ്ധി ഉണ്ടാകണമെങ്കിൽ അവിടെ ഉണ്ടായിരിക്കേണ്ട ഘടകങ്ങൾ. Agricultural practice of an area are formulated in tune with the prevailing climate, soil and rainfall in each physiographical division. ഓരോ ഭൂപ്രകൃതി വിഭാഗത്തിലുമുള്ള മണ്ണ്, അതിനേൽക്കുന്ന കാലാവസ്ഥ, ലഭിക്കുന്ന മഴ, ഇവയ്ക്ക് അനുസരിച്ചാണ് അവിടുത്തെ കൃഷി രൂപപ്പെടുന്നത്. Many of the festivals in Kerala are closely related to weather and topography. കേരളത്തിലെ പല ആഘോഷങ്ങളും കാലാവസ്ഥയും ഭൂപ്രകൃതിയുമായിട്ടേറെ ബന്ധം ഉള്ളവയാണ്. ഡു യു നോ ദാറ്റ് ഓണം ഈസ് എ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ? ഓണം ഒരു വിളവെടുപ്പ് ഉത്സവമാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? അറിയാം അല്ലേ? കൂട്ടുകാർക്കെല്ലാം അറിയാം. കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട, വിളവെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആഘോഷമാണ് ഓണം. സിമിലർലി വിഷു ഈസ് ഓൾസോ അസോസിയേറ്റഡ് വിത്ത് ഹാർവെസ്റ്റ്. അതുപോലെ തന്നെയാണ് വിഷുവും വിളവെടുപ്പുമായിട്ടാണ് ബന്ധം. Examples of celebrations related to weather and topography include boat races and bull race held in the water bodies of Kerala after the monsoon season. അപ്പം വിഷു, ഓണം ഇവയെല്ലാം എന്താണ്, വിളവെടുപ്പുമായിട്ട് ബന്ധമുള്ള ഫെസ്റ്റിവൽസാണ്. വിഷുവിന് നമ്മൾ കണിയൊരുക്കുന്നതൊക്കെ നമ്മുടെ വെജിറ്റബിൾസ്, കൃഷി ചെയ്തുണ്ടാകുന്ന എന്താണ്, ഓരോ വിഭവങ്ങളാണ് നമ്മൾ കണിയൊരുക്കാൻ വേണ്ടി വെക്കുന്നത്. അതെല്ലാം എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഹാർവസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്, വിളവെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പിന്നെ പറയുന്നത് എന്താണ്, മഴക്കാലത്തിന് ശേഷം കേരളത്തിലെ ജലാശയങ്ങളിൽ നടക്കുന്ന വള്ളംകളി മത്സരമുണ്ട്. ബോട്ട് റേസ്, വയലുകളിൽ കാണുന്ന, പിന്നെന്താണ്, ബുൾ റേസ്. ബുൾ റേസ് എന്ന് വെച്ചാൽ എന്താ, കാളപൂട്ട് മത്സരം. ഇവയൊക്കെ കാലാവസ്ഥയും ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. കൂടുതൽ ഉദാഹരണങ്ങൾ പറഞ്ഞാൽ എന്താണ്, ഇതൊക്കെ തന്നെയാണ്. ഈ എന്താണ്, ബോട്ട് റേസ്, അതുപോലെ തന്നെ ബുൾ റേസ്, ഓണം, വിഷു, പൊങ്കൽ എന്ന് പറയുന്ന ആഘോഷമുണ്ട് തമിഴ്നാട്ടിൽ. അതുപോലെ തന്നെ എന്താണ്, നിറപുത്തരി. ഇതൊക്കെ എന്തിനുദാഹരണങ്ങളാണ്? നമ്മുടെ ഭൂപ്രകൃതിയും കാലാവസ്ഥയും തമ്മിലുള്ള ആഘോഷങ്ങൾക്ക്, അതുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾക്ക് ഉദാഹരണങ്ങളാണെന്ന് പറയാം. അപ്പോൾ ഇത്രയുമാണ് എന്താണ്, കൃഷിയും അതിൻ്റെ കേരളത്തിലെ വിളവൈവിധ്യത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. അടുത്ത ഭാഗം വിളവൈവിധ്യം പോലെ തന്നെയാണ് എംപ്ലോയ്മെൻറ്റ് ഡൈവേഴ്സിറ്റി ഇൻ കേരള. അതായത് കേരളത്തിൻ്റെ തൊഴിൽ വൈവിധ്യം, ക്രോപ്സ് ഡൈവേഴ്സിറ്റി പോലെ തന്നെ പ്രാധാന്യമർഹിക്കുന്നതാണ് ഡൈവേഴ്സിറ്റി ഇൻ എംപ്ലോയ്മെൻറ്റ്, തൊഴിൽ വൈവിധ്യം. We have already discussed that variety of agricultural activities are carried out in each physiographical condition. അതായത് ഓരോ ഭൂപ്രകൃതി വിഭാഗത്തിലും വ്യത്യസ്തമായ കൃഷിപ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. നമ്മളതാണ് ഇതുവരെ ചർച്ച ചെയ്തത്. ഈസ് അഗ്രികൾച്ചർ ദ ഓൺലി എംപ്ലോയ്മെൻറ്റ് ദാറ്റ് ദ പീപ്പിൾ ഓഫ് കേരള ആർ എൻഗേജ്ഡ് ഇൻ? അതിൽ കൃഷി മാത്രമാണോ കേരളത്തിലെ ജനങ്ങൾ ഏർപ്പെടുന്ന തൊഴിൽ മേഖല? വാട്ട് ആർ ദ എംപ്ലോയ്മെൻറ്റ് പ്രിവലൻറ്റ് ഇൻ യുവർ ഏരിയ? നിങ്ങളുടെ പ്രദേശത്ത് ഏതൊക്കെ ജോലികളാണ് നിലനിൽക്കുന്നത്? അതായത് നമ്മളീ പഠിച്ചതിൽ നിന്നും കൃഷി മാത്രമേ ഉള്ളൂ ജനങ്ങൾ ഏർപ്പെടുന്ന തൊഴിലെന്നാണ് ചോദ്യം. അല്ല, നമ്മുടെ പ്രദേശത്ത് ആൾക്കാർ എന്താണ്, ബിസിനസ് നടത്തുന്നുണ്ട് അല്ലേ? അതുപോലെ തന്നെ ഫിഷിങ്, കളക്ഷൻ ഓഫ് എന്താണ്, ഹണീസ്, അതുപോലെ തന്നെ കയർ ഇൻഡസ്ട്രീസ്, ടാപ്പിംഗ്, അതുപോലെ തന്നെ എന്താണ്, ഈ എന്താണ്, ഫാമിങ്, പലതരത്തിലുള്ള ഡക്ക്, താറാവിനെ വളർത്തുക, അതുപോലെ തന്നെ എന്താണ്, കോഴി വളർത്തൽ, അങ്ങനത്തെയൊക്കെ കൃഷി മനുഷ്യൻ നമ്മുടെ ചുറ്റും ചെയ്യുന്നുണ്ട്. Along with the progress in agriculture, advancement in other fields of work are important to improve the living conditions of people. ജനജീവിതം മെച്ചപ്പെടുത്തുന്നതിന് കാർഷിക രംഗത്തെ പുരോഗതിയോടൊപ്പം
പ്രധാനമാണ് മറ്റ് തൊഴിൽ മേഖലകളിലെ പുരോഗതി. നാച്ചുറൽ റിസോഴ്സസ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സസ് പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഡിറ്റർമിനിങ് ദ പ്രോഗ്രസ് ഓഫ് ദ പീപ്പിൾ ഓഫ് റീജിയൻ. ഒരു പ്രദേശത്തെ ജനങ്ങളുടെ പുരോഗതി നിർണ്ണയിക്കുന്നതിൽ അവിടുത്തെ പ്രകൃതി വിഭവങ്ങളും അതുപോലെ മനുഷ്യ വിഭവശേഷിക്കും ഒക്കെ പങ്കുണ്ട്. ദ വർക്ക് കൾച്ചർ ഓഫ് ഈച്ച് റീജിയൻ ഹാസ് ബീൻ ഫോംഡ് അക്കോർഡിംഗ് ടു ദ ടോപ്പോഗ്രഫി ആൻഡ് ക്ലൈമറ്റ് ഓഫ് ദാറ്റ് റീജിയൻ. ഓരോ പ്രദേശത്തെയും ഭൂപ്രകൃതിക്കും കാലാവസ്ഥയ്ക്കും അനുഗുണമായാണ് അവിടുത്തെ തൊഴിൽ സംസ്കാരം രൂപപ്പെടുന്നത്. ഹസ്ക് ത്രഷിംഗ് ആൻഡ് റോക്ക് പിക്കിംഗ് ഇൻ ബാക്ക് വാട്ടർ ഷോർട്സ്, പാഡി കൾട്ടിവേഷൻ ആൻഡ് ഡക്ക് റെയറിംഗ് ഇൻ കുട്ടനാട് ആർ എക്സാമ്പിൾസ് ഫോർ ദിസ്. മുമ്പേ പറഞ്ഞതുപോലെ എന്താണ്, കായലോരങ്ങളിലെ തൊണ്ടുതല്ലൽ ഹസ്ക്, അതുപോലെ കയർ വിരിക്കൽ, കുട്ടനാട്ടിലെ നെൽകൃഷി, താറാവ് വളർത്തൽ, ഇവയെല്ലാം എന്തിന് ഉദാഹരണമാണ്? ഇതുപോലെ തൊഴിൽ സംസ്കാരം കാലാവസ്ഥ അല്ലെ ഭൂപ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട് രൂപപ്പെട്ടിട്ടുള്ളതാണെന്നുള്ള ഉദാഹരണങ്ങളാണ് ഈ ജോലികളൊക്കെ. ഹസ്ക് ത്രഷിങ്, റോപ്പ് പിക്കിങ്, അതുപോലെ പാഡി കൾട്ടിവേഷൻ, ഡക്ക് റയറിങ്, ഇതെല്ലാം. താഴെ ചലച്ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. മീൻപിടുത്തം, ടീ കൾട്ടിവേഷൻ, പിന്നെന്താണ് കളിമൺപാത്ര നിർമ്മാണം, പാഡി ഫീൽഡ്, ടാപ്പിങ്, ഹസ്ക് ത്രഷിങ് ഒക്കെ കാണിക്കുന്നുണ്ട്. ലിസ്റ്റ് ഔട്ട് ദ എംപ്ലോയ്മെൻറ്റ്സ് മെൻഷൻഡ് ഇൻ ദ പിക്ചർ ഇൻ ട്യൂൺ വിത്ത് അപ്രോപ്രിയേറ്റ് ഫിസിയോഗ്രഫിക്കൽ ഡിവിഷൻസ്. ചിത്രങ്ങൾ സൂചിപ്പിക്കുന്ന ഓരോ തൊഴിലും കേരളത്തിലെ ഏതേത് ഭൂപ്രകൃതി വിഭാഗങ്ങളിലാണ് മുഖ്യമായും കാണാൻ കഴിയുന്നത്? താഴെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഫിസിയോഗ്രഫിക്കൽ ഡിവിഷനും എംപ്ലോയ്മെൻറ്റും. ഹൈലാൻഡിൽ എന്തൊക്കെ കാണാം? ടീ, റബ്ബർ, കോഫി കൾട്ടിവേഷൻ അല്ലേ, ആ തൊഴിലുകളായിരിക്കാം. അതുപോലെ തന്നെ മിഡ്ലാൻഡിലാണെങ്കിൽ കോക്കനട്ട് കൾട്ടിവേഷൻ, അതുപോലെ റബ്ബർ, പാഡി കൾട്ടിവേഷൻ എക്സെട്ര. കോസ്റ്റൽ ഏരിയയിൽ ഫിഷിങ്, അതുപോലെ എന്താണ് കോക്കനട്ട് നമ്മുടെ പാഡി കൾട്ടിവേഷനൊക്കെയാണ്. കോക്കനട്ട് കൾട്ടിവേഷനും ഉണ്ട് കോസ്റ്റൽ ഏരിയയിൽ. അഡ്വാൻസ്മെൻറ്റ് ഇൻ എഡ്യൂക്കേഷൻ, ഇംപ്രൂവ്ഡ് സോഷ്യോ സ്ട്രക്ചേർഡ് കണ്ടീഷൻസ് ആൻഡ് മോഡേൺ ടെക്നോളജി ഇൻ കേരള ഹാവ് ലെഡ് ടു പോസിറ്റീവ് ചേഞ്ചസ് ഇൻ ദ എംപ്ലോയ്മെൻറ്റ് പീപ്പിൾ എൻഗേജ്ഡ് ഇൻ. അതായത് കേരളത്തിലെ വിദ്യാഭ്യാസ പുരോഗതിയും അതുപോലെ മെച്ചപ്പെട്ട സാമൂഹിക സാഹചര്യങ്ങളും ആധുനിക സാങ്കേതിക വിദ്യയൊക്കെ ജനങ്ങൾ ഏർപ്പെടുന്ന തൊഴിലുകളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആധുനിക രീതിയിലുള്ള കൃഷി രീതികളാണ് ഹൈഡ്രോപോണിക്, അതുപോലെ ടെറസ് ഫാമിങ്, അതുപോലെ മൈക്രോ ഗ്രീന്, അങ്ങനത്തെ ചില നൂതന സാങ്കേതിക വിദ്യകളുണ്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലത്തെ മോഡേൺ ടെക്നോളജി ഉള്ള കൃഷികളാണ് ഈ പറഞ്ഞ ഹൈഡ്രോപോണിക്കും ടെറസ് ഫാമിങ്ങും ഒക്കെ. അപ്പോൾ ഇതും ഒക്കെ എന്താണ്, മറ്റ് തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞ തൊഴിലിൽ നിന്നും വ്യത്യസ്തമായ തൊഴിലുകളാണ് കൃഷിയുമായി ബന്ധപ്പെട്ട്. എന്നുവെച്ചാൽ കൃഷിയിലുണ്ടായ മാറ്റം, കൃഷി രീതികളിലുണ്ടായ മാറ്റം, അത് ആ തൊഴിലിനെയും സ്വാധീനിക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ആ ഭൂപ്രദേശത്തെ കാലാവസ്ഥയാണ് അവിടുത്തെ തൊഴിലിന് വ്യത്യാസങ്ങൾ വരുത്തുന്നത്. കാലക്രമേണ ആധുനിക സാങ്കേതിക വിദ്യകളൊക്കെ ഉണ്ടായപ്പോൾ ആ കൃഷി രീതികളിലും മാറ്റം വന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത്രയും ഭാഗം എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് പുസ്തകം വായിച്ച് പാഠഭാഗം പഠിക്കുക. അടുത്ത ഭാഗവുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.